ോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസാണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടല്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിടനോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും. 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് വിടുകയാണ്. സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സംഘടനത്തിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് മീ ഡാനി. അപ്പം നമ്മൾ രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു മനാഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്നലെ സീക്രട്ട് ഏജൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അർജുൻ്റെ സഹോദരൻ കുറച്ച് കാര്യങ്ങളും വെളിപ്പെടുത്തലുമായിട്ടൊക്കെ. ആ വീഡിയോയ്ക്കകത്ത് തന്നെ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. സത്യത്തിൽ എല്ലാം കട്ട് ചെയ്തിട്ടാണ് അവർ പുറത്ത് വിട്ടത്. പക്ഷേ ഞാൻ ഷോക്കായത് ഇന്ന് ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം ഇത്ര പെട്ടെന്ന് ഇതെന്തിനാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല സത്യത്തിൽ. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ ഫാമിലിക്ക് തന്നെ നെഗറ്റീവ് ആവത്തുള്ളൂ. സത്യം പറഞ്ഞല്ല, ഞാൻ എൻ്റെ ഒരു ഇതാ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ എയറിലാക്കാം, അല്ലെങ്കിൽ തെറി വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഇതിപ്പം എന്താ പറയണ്ടേ, ഇപ്പം മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ഓരോ കാര്യങ്ങൾ. ഇപ്പം എന്താ പറയണ്ടേ, 7,000 കിടന്നേ. ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു സത്യത്തിൽ. അത് 7,000 കിടന്ന ചാനൽ ഇപ്പം കണ്ട് 35,000 കണ്ടായി. എല്ലാവരും കയറി സബ്ബടിക്കുകയാണ്. ചില വാക്കുകൾ എന്താ പറയണ്ടേ പുള്ളി സംസാരിക്കുന്നത് ഓക്കെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്, പക്ഷെ ചിലവരത് നെഗറ്റീവായിട്ട് എടുക്കും. എന്തായാലും പ്രസ് മീറ്റ് വിളിച്ച് വരുത്തി ഇപ്പം അർജുൻ്റെ അമ്മ സംസാരിച്ച ഒരു കാര്യം. അപ്പം അമ്മമാർ സംസാരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 27-ാം തീയതി സന്ധ്യക്ക് മനാഫ് ഒരാളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു 2.5 മാസത്തെ സെൻഡ് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ്. വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് വിടുകയാണ്. സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾ സംഘടനത്തിൽ നിൽക്കുമ്പോൾ സെൻഡ് ഓഫ് നടത്തിയിട്ടാണ് ആഘോഷിച്ചത്. ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ആവശ്യമില്ല. പറയിപ്പിച്ചതാണല്ലോ. ഞങ്ങളതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാണ്. അതായത് 3 ദിവസം ഞങ്ങളെല്ലാം നിർത്തി ബാക്ക് ടു ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ്. അത് ഞങ്ങളുടെ റൂമിൽ കുറേ ആളുകളുണ്ട്. ഞങ്ങളെ കസിൻസ് ഒക്കെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്നോടാന്ന് പറഞ്ഞാൽ അമ്മേ ഞങ്ങൾ വന്നിട്ടോ എൻ്റെ അടുത്ത ഒരാളെ കൊണ്ടുവന്നു. ഈ ആൾക്ക് ഞാൻ സെൻഡ് ഓഫ് ഒന്ന് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ സെൻഡ് ഓഫ് പാർട്ടി കഴിഞ്ഞ് വരികയാണ്. 2.5 മാസത്തെ ഇതിൻ്റെ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചു വിടുകയാണെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനാഫ് എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നിർത്തുന്നില്ല. എങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് മൂപ്പരാൾ നിർത്തുന്നില്ല. ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട്, അതായത് ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അർജുന സഹോദരൻ്റെ ഒരു നന്ദി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അതൊക്കെ എൻ്റെ കുടുംബത്തിന് അതാ പറഞ്ഞത്. കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ, അവർ പറഞ്ഞത് കറക്റ്റാണ്. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് മറിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ. ഇതിനൊക്കെ തെളിവ് ഞങ്ങൾ വെറുതെ പറയില്ല. അത് ഇതിന് പുറകിൽ എന്താ കേസ് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ പ്രസ് മീറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അവർക്ക് നെഗറ്റീവ് ആവരുത്. അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ആൾക്കാർ ഓരോ കാര്യങ്ങളും എടുത്തിട്ടിട്ട് കൊടയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും അവരുടെ വീട്ടുകാർക്ക് അത്രമാത്രം നെഗറ്റീവ് ആയിട്ടുണ്ട്. പുറത്താണെങ്കിലും പിന്നെ ഓരോ കോൾസും കാര്യങ്ങളും വിളിച്ചിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു, അനിയത്തിയെ കുറ്റപ്പെടുത്തുന്നു, അനിയനെ കുറ്റപ്പെടുത്തുന്നു. ബൈക്കിൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് നിനക്കൊക്കെ എന്താ ജീവിച്ചുകൂടെ, നാണമില്ല അവൻ്റെ ചിലവിന് ജീവിക്കാൻ കൊണ്ടുപോയില്ലേ എന്നൊക്കെയുള്ള രീതിയിലെ കുത്തി സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ഇന്നലെ സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ അത് വന്നിട്ടും ഉണ്ടായിരുന്നു. അത് ഞാനത് രാവിലെ നിങ്ങൾക്ക് വെച്ചതുമാണ്. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തി കുറേ കമൻസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അർജുനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഫാമിലിയെ വിഷമിപ്പിക്കരുത്. അതേ നമ്മളും ചിന്തിക്കുന്നുള്ളൂ. അവർ ആ വീഡിയോയ്ക്കകത്ത് എടുത്ത് പറയുന്നുണ്ട്, മനാഫിനോട് പറഞ്ഞാണ് ഇനി ഈ കാര്യങ്ങൾ വിട്ടേരി, സോഷ്യൽ മീഡിയ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇതും നെഗറ്റീവായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. എൻ്റെ മക്കളെ നോക്കാനും അല്ലെങ്കിൽ ഞാൻ 1 കോടി രൂപയുടെ എങ്ങാണ്ട് എന്തുവാ എല്ലാം വിറ്റിട്ടാണെങ്കിലും ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഭയങ്കര ഇതാവും. അതുകൊണ്ടാണ് എല്ലാവരും എന്താ പറയണ്ടേ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കണമെന്നില്ല. അവർക്ക് അത്രമാത്രം വേദന ഉണ്ടായിട്ടായിരിക്കും അവർ ചിലപ്പോൾ വന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പം ഈ ഒരു സമയത്ത് അത് വേണ്ടായിരുന്നു. ഭയങ്കര നെഗറ്റീവ് ആവായിരുന്നു അവർക്ക് സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു 10-35,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇപ്പം തന്നെ ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ഞാനെന്തോ പറയാൻ പറ്റത്തി, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഈ ഒരു മീറ്റിങ്ങിൻ്റെ. ഓക്കെ, ബാക്കി ഉള്ള കാരണം വെച്ചാൽ ഈ ഡെയിലി വരുന്ന യൂട്യൂബുകളാണ്, അതായത് യൂട്യൂബ് ചാനലിലെ വീഡിയോസാണ്. ഞങ്ങൾ അത്ര പറഞ്ഞിട്ട് നിർത്തുന്നില്ല. പിന്നെയുള്ള ഒരു പ്രശ്നം വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ഏട്ടൻ്റെ ഭാര്യനെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തിയെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ വന്നിട്ട് ഏകദേശം 2 കൊല്ലത്തിനടുത്തായി. എന്താ ഇവിടെ സംഭവം? 3 വർഷത്തിനടുത്തായി. ഇത്ര കാലങ്ങളൊന്നും കണ്ണിൽ കൊണ്ട് പോലും ഞങ്ങൾ ഇതിലായിട്ട് എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. പക്ഷേ ആ ഒരു എൻ്റെ മൂത്ത ചേച്ചിനെ വെച്ച് പറയുന്നതാണ്, എൻ്റെ ഏടത്തിയമ്മേനെ എല്ലാവരും കൂടി ഇവിടെ ഒറ്റപ്പെടുത്തുകയാണ്, ഇതാക്കുകയാണ്, ഏട്ടനെ ചൂഷണം ചെയ്യുകയാണ്. ഇതൊക്കെ ഈ ആൾ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് വരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഞാൻ ഇന്ന് പണിക്ക് പോയിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അനീതിക്ക് ശരിക്കും ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരാഴ്ച മുമ്പായിരുന്നു തോന്നുന്നു. കാരണം മനാഫിൻ്റെ പേര് ഇവർ പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ്. അത് ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ ഓരോരുത്തരും കുറേ ആൾക്കാർ അതിലെടുത്ത് റിയാക്ട് ചെയ്തായിരുന്നു. ആ വീഡിയോസൊന്നും ഞാൻ തൊട്ടത് പോലും ഇല്ലാത്തില്ല. നമുക്ക് അതിനുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെയാണ്. അവരുടെ പാടായി എന്നുള്ള രീതിയിൽ. അപ്പം ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് സംസാരങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ചിലപ്പം പറയാഞ്ഞത്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് എന്താ അഭിപ്രായം? അപ്പം ഞങ്ങളൊരു ഗ്രൂപ്പിൽ സംസാരിച്ചപ്പം അവർ പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് തന്നെ അങ്ങോട്ട് 1 lakh അടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഒരു 34ാമത്തെ ദിവസം അങ്ങാണ്ടാണ് ഈ സംഭവം നടത്തിയിട്ട് 34ാമത്തെ ദിവസത്തിലാണ് അദ്ദേഹം ഈ ചാനൽ തുടങ്ങി വീഡിയോസ് ഇടാൻ അങ്ങോട്ട് തുടങ്ങിയത്. ഓക്കെ, അർജുൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അയാൾ നന്മ ചെയ്യാൻ നോക്കി, മറ്റുള്ളവർക്ക് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോയി സബും ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്താ പറയണ്ടേ, അത് വെച്ചിട്ടിപ്പം റീച്ച് ഉണ്ടാക്കാനാണോ അല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തൊന്നുമില്ല. അതിനകത്ത് അർജുൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം കൊടുത്ത്. അവർ കഷ്ടപ്പെടുന്ന കാര്യങ്ങളും എന്താ പറയണ്ട, ആരും സഹായിക്കുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇപ്പം ഞാനിപ്പോൾ ആ വീഡിയോസ് നോക്കുമ്പോൾ ഇപ്പോൾ ഓരോ മിനിറ്റ് കഴിയുമ്പോഴും സബ് കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായോണ്ടായിരിക്കാം. പിന്നെ അവരുടെ വീട്ടുകാർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. അർജുൻ്റെ വീട്ടുകാർക്ക് കാണുമ്പോൾ അത് വെച്ചിട്ട് എന്താ പറയണ്ടേ, ഇപ്പം സഹോദരനാണെങ്കിലും അളിയനാണെങ്കിൽ പോലും അവരൊരു മീഡിയയിലും എപ്പോഴും ഒന്നും വരുമോ സംസാരിക്കുമോ ഒന്നും, അവർക്ക് അവരുടെ എന്താ പറയണ്ടേ ചേട്ടനെ കിട്ടണം, അത്രേ ഉള്ളൂ അവരുടെ മൈൻഡ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും ആൾക്കാർക്ക് നല്ല നെഗറ്റീവും കാര്യങ്ങളും ഫീലൊക്കെ ചെയ്യും. ഇപ്പം തന്നെ കുറേ കമൻറ്റ്സ് കണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോഴാണ് ഈ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്, എന്നാൽ പിന്നെ സബ് അടിച്ച് തരിക. അപ്പം സബ് എത്ര പേര് ഇത് വന്നിട്ട് സബ് അടിച്ചെന്നും പറഞ്ഞിട്ട് ക്യാപ്ഷൻ കൊടുക്കുന്നു, അതേ തന്നെ ഒരു 1000 ലൈക്ക്. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, 2ാമത്തെ ചരിത്രത്തിൽ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള ഒരു ഡൈവേർഷൻ ഉണ്ടായി. ഇതിൽ നമ്മൾ ഒരു രീതിക്ക് പോകുന്നു. അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ഇതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ രീതിയിൽ ഇവിടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യം, നമ്മുടെ ഇവിടെ നാട്ടിലെ ആൾക്കാരെയും കൊണ്ട് അവിടെ ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ എന്നുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. സമ്മതിക്കില്ല. അവിടെയുള്ള കളക്ടർ സംവിധാനം, പിന്നെ പോലീസ് സംവിധാനം അവരെന്തിന് നിൽക്കുന്നു? അവിടെ പിന്നെ തിരച്ചിൽ നൽകിയ ഇവർക്കാർക്ക് എന്ത് സംഭവിച്ചാൽ ആ ഒരു ഉത്തരം പറയും. അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ജില്ലാ കളക്ടർക്കാണ് അവിടുത്തെ ഉത്തരവാദിത്തം. അവർ ഒരിക്കലും. ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം മൂപ്പരാളി യൂട്യൂബ് ചാനലുകളിൽ വന്ന് പറയുന്നതിന്റെ 70% കൊള്ളത്താണ്. കോഴിക്കോട് വന്നപ്പോൾ ആളെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? വല്ല നേടാൻ പറ്റുമോ? ഒന്നും നേടാൻ പറ്റത്തൊന്നുമില്ല. ഇവിടെ നമ്മുടെ രഞ്ജിത്തിന്റെ അവസ്ഥ തന്നെ ഒന്ന് ആലോചിച്ചൊക്കെ. അത്രയും ആർമിയിലെ സപ്പോർട്ടുള്ള ഒരുത്തിനെ പോലും അവർ അടുപ്പിച്ചത് പോലും ഇല്ല. പോരാതിന് പേര് ദോഷമായിട്ടാ അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തത്. ഇപ്പം ഈ അടിച്ചിട്ട് കുറ്റം പറഞ്ഞ മീഡിയക്കാരെ തന്നെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളും എടുത്ത് അദ്ദേഹത്തിനെ അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്ത ടീംസുകളാണ്. ഇപ്പം എന്താ പറയണ്ടേ, ഇപ്പം മനാഫിനെ പൊക്കി പറയുന്നു, ഇപ്പോൾ ഇവരെ പ്രസ് മീറ്റ് എടുക്കുന്നു, പിന്നെ മനാഫിൻ്റെ അടുത്ത് പോകുന്നു. കുറേ എല്ലാം കഴിയുമ്പം എന്താ പറയണ്ടേ, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോൾ മനാഫ് ശരിക്കും എയറിലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇദ്ദേഹം ഉള്ള ഇൻ്റർവ്യൂവിലൊന്നും പോയി കൂടുതലും തലയിടാതിരിക്കുക. ഇനി എന്തെങ്കിലും പൊക്കിക്കൊണ്ട് വന്നാൽ നിങ്ങൾ ആരൊക്കെ വാഴ്ത്തിപ്പാടുന്നുണ്ടോ അവർ തന്നെ നിങ്ങളെ മലത്തി അടിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ രീതി, ഇവിടുത്തെ സിസ്റ്റം. പിന്നെ ചില ആൾക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ട് തരുന്ന ചില ആൾക്കാരുണ്ട്. അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ആലോചിക്കണം. അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു.
എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. ഇപ്പോൾ അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചിലവർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലടേ സത്യം പറഞ്ഞല്ല. ചില ഫാമിലിക്ക് എന്താ പറയണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരും എവിടെയുള്ള ഒരു ശീലമുണ്ട്, ട്രെൻഡിങ്ങിൽ നടക്കുന്നിടത്ത് വന്നിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം അത് മീഡിയ കൊണ്ടെത്തിക്കുന്നത്. എല്ലാവർക്കും അതൊന്നും ഇഷ്ടമാവണമെന്നില്ല. ഇഷ്ടമാവാത്തവരെ വിട്ട് കളയുക, അല്ലാത്തടത്ത് നിങ്ങൾ കുഴപ്പമില്ല. ഇതിപ്പോൾ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടായി കാണും. അതുകൊണ്ടാണ് അവരിവിടെ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ ഇന്നലെ നമ്മുടെ സായി, അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റിലാക്കിയെന്നേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പ്രശ്നം അങ്ങ് തീരട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഷോക്കായത് വൈകിട്ട് ഈ ഒരു പ്രസ് മീറ്റ് വന്നപ്പോഴായിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു ആവശ്യമേ എനിക്കില്ലായിരുന്നു. കാരണം പിന്നെ ഈ ഫാമിലി തന്നെ ഏറി ആവത്തുള്ളൂ. അർജുൻ്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് അർജുനേട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് അർജുനേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത്. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുൻ്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ് ഇത്. ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ ഏറ്റവും മുന്നേ നടന്ന സംഭവമാണ്. ഞാനിന്നത് അപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നത്. അപ്പോൾ ഈ ബൈക്കിൻ്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അർജുൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടി ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇതിപ്പം മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയായി ഇവരുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. ശരിക്കും നമ്മൾ എന്ത് പറയാനാ സത്യത്തില? എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് ഇതുകൊണ്ടൊരു ഗുണമില്ല ഇവർക്ക്. ഇപ്പോൾ ഇവർ വന്ന് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല രീതി ഇവരെ ഇതാക്കും, നല്ല രീതി ഇവരെ നെഗറ്റീവ് ആക്കിയിരിക്കും ആൾക്കാർ. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ഇതിപ്പം ഇവരുടെ ഒരു എന്താ പറയണ്ട, ഈ മീഡിയക്കാരാണെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ എനിക്ക് ഉള്ളിൽ നിന്ന് തട്ടിയാണ് പറയുന്നത്. ചെകുത്താൻ്റെയും കള്ളൻ്റെ ഒരു നടുക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ. ഭയങ്കര ഒരു കഷ്ടം തോന്നുവാണ്. കാരണം വേറെ ഒന്നുമില്ല, അർജുനോടുള്ള ഒരു സ്നേഹം, പിന്നെ ഫാമിലി വീണ്ടും എയറിലോട്ട് പോകുമെന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കൂടുതൽ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്. ഈ പറയുന്ന വ്യക്തി മനാഫ്കയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവർ നമ്മൾ സംസാരിക്കാൻ തരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിപ്രായം നോക്കൂ. ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തെ വൈകാരിക തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കാലുകളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസാണ്. അപ്പം ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫ്കയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. അല്ല, ആ ഒരു ഈശ്വരനെ എന്തിനാ ഇതിനകത്ത് എടുത്തിട്ടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈശ്വർ മാൽപ്പ എന്തിനാ ഇതിനകത്ത് എടുത്തിട്ടെ? എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒട്ടും യോജിപ്പില്ല. അപ്പോൾ അദ്ദേഹം ഈ വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതിനൊന്നും ഒരു വിലയില്ലടേ സത്യം പറഞ്ഞാൽ. അയ്യോ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയരുത്. ഇപ്പം ഓക്കെ, ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി, എനിക്ക് തോന്നുന്നു ഇല്ല വയനാട്ടിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് ഹേമ കമ്മിറ്റി ഇതൊക്കെ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഇന്നത്തെ കാര്യം ചർച്ചയില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ എൻ്റെ തോന്നലുകളല്ലേ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ എന്തിന് മൽപ്പ ഇതിനകത്ത് പിടിച്ചിട്ട് അദ്ദേഹം എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ തന്നെ പറ. അപ്പോൾ അതാ ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം എന്താ പറയണ്ട, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് സത്യത്തിൽ അയാൾ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, നല്ല രീതി ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ പാവത്തിന് എന്താ അയാൾ യൂട്യൂബ് ചാനലും എല്ലാം തുടങ്ങിയോ മൽപ്പേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? ഈ ഒരു സംസാരത്തിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. എൻ്റെ ഇത് സംബന്ധമായിട്ട് മനാഫിന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ വെക്കാം. ഇതൊന്നും അറിയില്ല, എന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക്. ഞാൻ എവിടെയെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കുക, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല.
ഫണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ 2-3 ദിവസം മുമ്പ് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ ഞാൻ കൂടുതലൊന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഇന്ത്യ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അതവിടെ പ്രസൻറ്റും ചെയ്തേനെ. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും മാർഗത്തോടെ അത് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും അറിയിച്ചിരിക്കും. മനുഷ്യന്മാരാണ് ഇവർ പറയുന്നത്. ഏതാ അറിയോ, ഒരു ഉസ്താദ്, അത് എൻ്റെ ഒരു ആത്മീയ ഉസ്താദ് ഓരോ വീട്ടിൽ മോനെ എല്ലാവരെയും ഫാമിലിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ വീട്ടിലെ മുതിർന്ന ആളുകൾ കീശയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കില്ല കുട്ടിയേക്ക്, ആ ഇട്ട് കൊടുത്തതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏകത്. മനാഫ് 2000 രൂപ കൊണ്ടുപോയി കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഈ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും. അതൊരു എന്താ പറയുക, ഒരു അപ്പൂപ്പന് ഒരു കൊച്ചുമോന് പോക്കറ്റിലിട്ട് കൊടുക്കില്ലേ? ചിലപ്പോൾ അതായിരിക്കും സംഭവം. അത് ചിലപ്പം അറിയാലോ, മീഡിയക്കാരൊക്കെ വീട്ടിൽ വരുന്നതല്ലേ, അത് വേറെ രീതിയിൽ പോയതായിരിക്കാം സത്യത്തിൽ. പക്ഷേ നിങ്ങൾ പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ വലിച്ചു കീറുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ പറയുവാണ്, കാരണം കീറിയിരിക്കും. കാരണം വെച്ചാൽ അത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ കോടികൾ ചിലവാക്കുന്ന എല്ലാ ഇൻ്റർവ്യൂവിൽ നമ്മളും കാണുന്നുണ്ട്. അതും ഇതുമൊക്കെ നമ്മൾ അർജുന് വേണ്ടി ചെയ്യുന്നുണ്ട്, എല്ലാം ഞാൻ തന്നെ ചെയ്യും എന്നുള്ള രീതി പറഞ്ഞൊരു വ്യക്തിയാണ്. പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. കാരണം മീഡിയ പറയുന്നത് വേറെ, അല്ലാതെ ഒളിച്ചും മറിച്ചും ഒക്കെ ചെയ്യുന്നത് ഇതാണെങ്കിൽ ഉറപ്പായിട്ടും ഏറി തന്നെ നിങ്ങൾ കയറും. ഉറപ്പാണ്, അതിൽ നമ്മൾ 100% പറഞ്ഞിരിക്കും. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിടനോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടല്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും, അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ, എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ എൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഞാൻ അറിയില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ആ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവിടുത്തെ അപ്ഡേറ്റ്, കാരണം ഒന്ന് ആലോചിച്ചു, അർജുൻ്റെ കാര്യം പോയി കഴിഞ്ഞിട്ട് വയനാട്ടിൽ ഇഷ്യൂ വന്നു, ഹേമ കമ്മിറ്റി വന്നു, മീഡിയക്കാർ ഇതൊക്കെ കൊടുത്തോ? അർജുൻ ഒരു മൂലയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു, ആണോ അല്ലേ? ചിലപ്പോൾ അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ വീട്ടുകാർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഇതുപോലെ മീഡിയയിൽ വന്നിട്ട് ആ ഡാനിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്ന പോലെ പൈസ കൊടുത്തു, അല്ലെങ്കിൽ അത് ചെയ്തു, ഞങ്ങളത് എനിക്ക് കുറച്ചിൽ തന്നെ, എനിക്കിതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ചിൽ നിന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നാണക്കേടായിട്ടുള്ള ഒരു മൈൻഡാണ്. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ആരുടെയും നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ഞാൻ ആലോചിക്കുന്നുണ്ട്, ചില സിറ്റുവേഷനിൽ ഇങ്ങനെ QR കോഡ് ഫോട്ടോസ് ഈശ്വര അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും. ആ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ വീട്ടുകാർക്കൊരിതാവും, ഞാൻ കാരണം ഇതാവും. അതിനെക്കാളും നല്ല സ്വയം ആ ഒരു ചിന്താഗതിയുള്ള, ഞാനതുകൊണ്ട് ഒരു എക്സാമ്പിളാണ് ഞാനീ പറഞ്ഞത്. ചില വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാവും. അത് നമ്മളായിട്ട് എന്തിനാ, അതങ്ങ് വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികമായിട്ട് കണക്കൂട്ടിക്കൊള്ളി, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ പ്രശ്നം എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പോൾ എന്താ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അമ്മ എൻ്റെ അമ്മയാണ്, അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ, എന്നാലും അമ്മയാണ്. ആ അർജുൻ്റെ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ട്, ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല് ഇതിന് മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല, എനിക്ക് ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യും. എനിക്ക് ഏത് ലൈവ്? ഞാനോ? ഇല്ല. എൻ്റെ യൂട്യൂബ് ചാനൽ ഏതായാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലോറി ഉടമ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അതിൽ കയറി നോക്കിയാൽ ഞാനും അമ്മയും തമ്മിൽ എന്താ അഭിമുഖം നടന്നതെന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോൾ ഈ ഒരു 10-20 ദിവസം മുമ്പേ, 10-20 ദിവസം മുമ്പെന്ന് പറയുന്നു. പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് 30-ാമത്തെ ദിവസം 34-ാമത്തെ ദിവസമാണ് നമ്മളിത് തുടങ്ങിയെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. 34-ാമത്തെ ദിവസത്തെ കാഴ്ചകളാണെന്നും പറഞ്ഞിട്ട്, കാഴ്ചകളല്ല അത്, കാരണം ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും അത് ഞാൻ കൊടുത്തത്. മൽപ്പയെ ഇറക്കാൻ സമ്മതിച്ചില്ല, അതൊക്കെയാണ് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. 20 ദിവസമൊന്നുമല്ല, അതിനു മുമ്പ് തുടങ്ങിയ അങ്ങോട്ട് ചാനലാണ് സത്യം പറഞ്ഞാൽ.
ഓക്കെ, എന്തായാലും ആകെപ്പാടെ ചളകുളമായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇതിപ്പം ആരുടെ കൂടെ നിൽക്കും ഞാൻ നിങ്ങൾ തന്നെ പറ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അർജുൻ്റെ ഫാമിലിയോ അതോ മനാഫിനെയാണോ? അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഇടാം. പക്ഷേ ഞാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നമുക്ക് രണ്ടും ഒരുപോലെ ഉള്ളൂ. ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത രീതിയിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതെ ഈ കാര്യം വിട്ട് കളയാം. പിന്നെ പറയാം, നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ലേ ഇതൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അർജുൻ്റെ ഫാമിലി അറ്റാക്ക് ചെയ്യരുത്, ആരും മനാഫിനെയും വെറുതെ വിട്ടേക്കുക, നല്ല രീതിയിൽ പോകും. അപ്പോൾ എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്ത് തൊട്ട് വന്നു. എനിക്ക് എന്താ എൻ്റെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല സത്യത്തില. എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്താ വലിയ തെറ്റാണോ? അത് എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ വീട്ടിൻ്റെ കൊലായിൽ അർജുൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ അതൊരു യൂട്യൂബറിന് കാണിച്ചു കൊടുത്തു. ഒരു ബൈക്ക് കാണിച്ചു കൊടുത്തിന് എന്താ തല കീയാവോ? പക്ഷേ അങ്ങനെ കാര്യമായ ഒരു തർക്കങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എന്താണ്, ഞാനായിട്ട് എവിടെയും എന്താ പറയുക ഒരു ഫേമസ് ആയിട്ടില്ല. ഞാനിപ്പോഴും ഫേമസ് ആയെന്ന് തോന്നുന്നില്ല. ഇത് ആരൊക്കെ കുറച്ച് എന്താ പറയുക, ഇത് 4 ദിവസത്തെ ഒരു ഫേമസ്, അത് മനസ്സിലാക്കിയാൽ പോരെ. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ ഇങ്ങനെ നിൽക്കുമോ? എന്തൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്, നാളെ നിങ്ങൾക്ക് ഒരു വിഷയം കിട്ടി, ഞങ്ങൾ പോകും, യൂട്യൂബേഴ്സ് പോകും, പിന്നെ എന്താ ഫീലുള്ളത്? അപ്പോൾ ഞാൻ ചെയ്തത് എന്തൊക്കെ എനിക്ക് മനസ്സിലാവില്ല. ഓരെന്ത് പറഞ്ഞാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഓരെൻ്റെ ഫാമിലിയാണ്. ആ അമ്മയും അച്ഛനും എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെളിയിച്ചോട്ടെ, ഏത് ഞാൻ ഏതെങ്കിലും പണം വാങ്ങിക്കണം എന്നുള്ളത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മാനേജർ സ്ക്വയറിന് മുന്നിൽ വന്നുകൊണ്ട് എല്ലാവരും കല്ലെറിഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും ഇതിപ്പം വലിയ ലഹളയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബൈക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും വിടുക, എല്ലാം വിടുക. അദ്ദേഹം ഒരു മുതലാളി എന്ന രീതി പറഞ്ഞായിരിക്കാം, പക്ഷേ എന്താ പറയണ്ടേ, മനാഫിൻ്റെ ഇപ്പോൾ പൈസയുടെയും അവിടെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയ അർജുൻ്റെ ഫാമിലിക്കും പ്രശ്നമാണ്, മനാഫിനും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നമുക്ക് വിട്ട് കളയാം. ഞാൻ സ്ഥിരം പറയുന്നത് പോലെ തന്നെ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഫാമിലി ആലോചിച്ച അമ്മ, വൈഫ്, ആങ്ങള, അളിയൻ ഇവരെല്ലാവരും വന്നിട്ടാണ് പറയുന്നത്. അർജുൻ്റെ ഫാമിലിയാണ് അർജുൻ്റെ, അത്ര ചിന്തിച്ചാൽ മതി. പിന്നെ എനിക്ക് മലയാളികളോട് ഒന്നേ പറയാനുള്ളൂ, വയനാട്ടിലെ കാര്യങ്ങൾ നീയൊക്കെ അങ്ങ് മറന്നുപോയി. നമ്മളൊക്കെ പിന്നെയും പറ്റുന്ന പോലെയല്ല കുറച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ മലയാളികൾ. ട്രെൻഡിങ് ആയിട്ട് എന്തെങ്കിലും വന്നോ അതേ പിടിച്ച് സെൻറ്റി അടിക്കാൻ നടക്കും, പിന്നെ ഓർക്കത്തില്ല. മുല്ലപ്പെരിയാർ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അടുത്ത ജൂൺ ജൂലൈയിലാകുമ്പോൾ ഓർക്കണം. അപ്പോൾ വന്നിട്ട് എല്ലാവരും ഇതാക്കണം. എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ, ബൈ.